ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ 2 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നാടൻ പഴമാണ്, നന്നായി പഴുത്ത പഴമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. 1 കപ്പ് മുത്താറിപ്പൊടി, രാഗി പൗഡർ, 2 ടേബിൾ സ്പൂൺ റവ, കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. കുറച്ച് അരിയും വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഇനി തേങ്ങ വേണം, കുറച്ച് തേങ്ങാപ്പാൽ. പാൻ ചൂടായിട്ട് അതിൽ കുറച്ച് പശു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ഇട്ടു. അതൊന്ന് വരണം, നന്നായി ചോക്ക വരണം. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങോട്ട് എടുക്കാം. ഇത് വരണം. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടോട്ടെ. നമുക്ക് തേങ്ങ ഒന്ന് വരട്ടെ. അതിലേക്ക് ഇട്ട് കൊടുക്കണം. പഴമൊന്ന് വാടിയിട്ട് തേങ്ങ കുറച്ചും കൂടി കയറ്റി വെച്ചതാണ്. ഇപ്പോൾ പഴമൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മുത്താറിയില്ലേ, ഞാൻ തേങ്ങാപ്പാലിൽ കലക്കിയെടുത്തതാണ്. കോക്കനട്ട് നന്നായി ഇളക്കി ചേർത്തെടുക്കുക. അതിലേക്ക് തീ ചെറുതാക്കി വെച്ചൊക്കെ നല്ല കട്ട കടിപ്പു. ഈ പഴം ഒന്നിൽ ചേർത്തെടുക്കുക. നമുക്ക് ഇത് ചെറുതാക്കി തീ വെച്ചിട്ട് ഈ പഴം ഇതിൽ ചേർന്ന് വരണം. തീ ചെറുതാക്കി വെച്ചിട്ട് നന്നായി ചേർത്തെടുക്കുക. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഇത് നന്നായി ചേർത്തെടുക്കാം. നന്നായി കട്ടയില്ലാണ്ട് ചേർത്തെടുക്കണം. അപ്പോൾ തീ ചെറുതാക്കി വെച്ചെടുക്കണം, നല്ല കട്ട കിടക്കണം. അപ്പോൾ ഇതൊക്കെ നന്നായി ചേർത്തെടുക്കണം. ഇതേപോലെ കട്ടയില്ലാണ്ട് ചേർത്തെടുക്കണം. തീ ചെറുതാക്കി വെച്ചെടുക്കുക. നല്ലോണം ചെറുതാക്കി വെച്ചെടുക്കണം, അല്ലെങ്കിൽ കട്ടയിപ്പോഴും. അല്ലെങ്കിൽ ഒക്കെ ഇളക്കി ചേർത്തതിൻ്റെ ശേഷം തീ കത്തിച്ച് കൊടുത്താൽ മതി. അതിനിതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ശർക്കര നല്ല ശർക്കര. ഇനി നമുക്കിതിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ച റവയ്ക്ക് ഇനി ഇതൊന്ന് നന്നായി കട്ടായി ശരിക്ക് ചേർന്ന് റവൊക്കെ ഇതിൽ വെന്തിട്ട് ഉണ്ടാക്കും. ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ അടുപ്പ് വെച്ചു. നന്നായി ചേർത്ത് ഇളക്കിയിട്ട് വേണ്ടോ ഇതൊക്കെ എങ്ങനെയാണ്. ഇതിൽക്കിപ്പോൾ ഞാൻ 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര ഉരുക്കുമ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ട് ശർക്കര ഉരുക്കിയത്.
2 കപ്പ് തേങ്ങാപ്പാലും ശർക്കര അത് പിന്നെ മുറയൂർ ശർക്കരയാണ്. മറ്റേ ശർക്കരയാണെങ്കിൽ 1 കപ്പ് ഫുള്ള് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ശർക്കര പൊടിയാണ് അത്. തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതുകൂടെ നന്നായി ചേർത്തിട്ട് അഥവാ തേങ്ങാപ്പാൽ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കുക. ചിലപ്പോൾ ഇനി ബാക്കി ഇത്തിരി തേങ്ങാപ്പാലുണ്ട് അതിലേക്ക് ഒഴിച്ചു. നന്നായി ഇങ്ങനെ വരണ്ട് കടാവിന് ഇട്ടിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അത്ര നമുക്ക് ഒരു ഇലയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അട പോലെ ആക്കിയെടുക്കാം. കണ്ടോ, തേങ്ങ കൂട്ടിക്കൊടുക്കുക. ഇങ്ങനെ കൂട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആവശ്യത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നല്ല ഉണ്ടാവും. ഇതിൽ തന്നെ ഇരുന്നിട്ട് മുറുകും. പക്ഷെ എന്നാലും ഒരു ആവിച്ചെമ്പിൽ വെച്ചാൽ നല്ല മുറുക്കിയിട്ട് നമുക്ക് പീസാക്കിയിട്ട് കിട്ടും. ഈ റവ ഇട്ട് കൊടുത്തോണ്ടേ നന്നായി മുറുകി കിട്ടും. ഈ ഇലൻ്റെ ഒരു ചൊയയും എല്ലാം പാടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ ഒപ്പരാക്കി കൊടുത്താൽ ഇതിലേക്ക് ഇതിൽ നമുക്ക് മാറ്റാം. ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ആവശ്യത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. വേവട്ടെ. അപ്പോൾ ഞാനിവിടെ വേവിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയാൽ ഇതൊന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ ഞങ്ങൾ നല്ല ഇലയിൽ വെച്ചിട്ട് ഇതുപോലെ കിട്ടും. കണ്ടോ, ആവിച്ചെമ്പിൽ വെച്ചിട്ട് ഇത് ഞാൻ ആവിച്ചെമ്പിൽ വെക്കാത്തതാണ്. ഇത് ആവിച്ചെമ്പിൽ വെച്ചിട്ടില്ല. ഒരു പാത്രത്തിലിട്ടിട്ട് ഇതേമാതിരി തട്ടിക്കൊടുത്തതാണ്. കണ്ടോ, ഈ ആവിച്ചെമ്പിൽ വെച്ചത് ഈ ഇലൻ്റെ ചോവ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ആവിച്ചെമ്പിൽ വെക്കാണ്ട്
ഇതുപോലെ ഈ ചെറിയ പാത്രത്തിൽ ഇങ്ങനെ ഉണ്ടോ എന്നിട്ടങ്ങ് തട്ടിക്കൊടുത്ത് അമർത്തി വെച്ചിട്ട് അങ്ങനെ വെച്ചത് ഈ ആവിച്ചെമ്പിൽ വെച്ചാൽ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതുപോലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ മുത്താറിയും കൂടി ഇട്ടപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ വേണമെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി. പക്ഷെ മുത്താറി ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ചൂടാറിയത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ഉണ്ടായിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ആവിച്ചെമ്പിൽ വെക്കുന്നത് ഇതുപോലൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.